പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറിയ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പവർ സപ്ലൈ കട്ടാവാതിരിക്കാനുള്ള ഒരു സങ്കേതമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത് ഒന്ന് പറഞ്ഞുതരാം. പയ്യന്നൂർ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ വെച്ചൊരു നിർദ്ദേശമായിരുന്നു RMU എന്ന് പറയുന്നത്. RMU റിംഗ് മെയിൻ യൂണിറ്റ് എന്ന് പറയാം. നമ്മൾ നിലവിൽ ഈ ഇടതടവില്ലാതെ ടൗണിലേക്ക് സപ്ലൈ കൊടുക്കുക. അതോടൊപ്പം താലൂക്ക് ആശുപത്രിയിലേക്ക് പുതുതായി ഒരു ഫീഡർ വലിച്ച് ഇൻഡിപെൻഡന്റ് ഫീഡർ വലിച്ച് അവർക്ക് സപ്ലൈ കൊടുക്കാൻ ഉദ്ദേശമായിരുന്നു. അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പരമാവധി പൂർണ്ണ സമയവും കറണ്ട് പോകാതെ ഇരിക്കുക. ഇനി അബദ്ധവശാൽ എന്തെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റ് സംവിധാനത്തിലൂടെ മറ്റ് ഫീഡർ ഉപയോഗിച്ചിട്ട് ആശുപത്രിയിലേക്ക് കൊടുക്കുക. അതുപോലെ ടൗണിലും സപ്ലൈ കൊടുക്കാന്നില്ലാണ് അത് ബോർഡിൻ്റെ ചെയ്തതാണ് RMU യൂണിറ്റ്. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ മാത്രമേ ഇതുള്ളൂ. ഇത് ഒരു വർഷത്തോളം ഇത് വെച്ചിട്ട് അപ്പോൾ ആനുവൽ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മുടെ ജീവനക്കാർക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു സങ്കേതമാണ്. ഇപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തുവാൻ ലക്ഷ്യം കൂടി ഇതിന് പിറകിലുണ്ട്. അതായത് അവധി ദിവസമായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവനക്കാരാണ്. ഇവരെ കൂടെ പഠിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയാണ് വന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ മാസം ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെക്ടർ നിലവിലുണ്ടായിരുന്നതൊക്കെ ട്രാൻസ്ഫർ ആയി പോയി. അപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരെ കൂടെ ഇതിനെക്കൂടെ ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യം അതിന്റെ പിറകിലുള്ളത്. ആശുപത്രിക്കൊപ്പം ടൗണിലും തീർച്ചയായും ടൗണിൽ ടൗണിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ഫീഡർ തൽക്കാലത്തെ കുറച്ച് സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ സപ്ലൈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ RMU ഉള്ളത് കൊണ്ട് നമുക്ക് ആ തകരാറുള്ള ഭാഗം ഏതാണോ അവിടെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്ത് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഈ സംവിധാനത്തിലുള്ള കഴിയും. അതാണ് ഇതിന്റെ മുഖ്യമായ ആകർഷണം. മാത്രമല്ല നമ്മളൊരു സപ്ലൈ ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഓപ്പറേഷൻ നടക്കാം. RMU ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സബ്സ്റ്റേഷൻ വിളിക്കുകയാണെന്ന് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മള് മൊബൈൽ സിം വഴി തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. പുരോഗതിക്കനുസരിച്ചിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ പോവാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മൊബൈൽ സിമ്മിലൂടെയും കൂടെ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്ത് സ്കാഡ എന്ന് പറയുന്ന സംവിധാനത്തോടെ നമുക്ക് അതിൽ കൂടെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഡയറക്റ്റ് സബ്സ്റ്റേഷനിൽ തന്നെ ഇവിടുന്ന് ആയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ റിലേറ്റഡ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനും. അപ്പൊ സാങ്കേതിക വിദ്യയുടെ ഒരു ഇതുകൂടി നമുക്കിവിടെ കാണാം. സാങ്കേതിക വിദ്യ നല്ല, അതായത് KCB സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഉയർന്ന, അതായത് നമ്മളെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉള്ള സാധനം തന്നെ RMU വരുന്ന സാധനം ഇവിടെ വരുന്നത് അത്രയും നല്ല ലെവലിലേക്ക് വന്നു. ഇപ്പം നമ്മൾ സബ് എഞ്ചിനീയർ സത്യസഭ പറഞ്ഞു, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ താലൂക്ക് ആശുപത്രിയെ KCBയുടെ ഭാഗത്തു നിന്നും അതായത് 24 അവർ ഇന്ററപ്ഷൻ ഇല്ലാതെ നിലനിർത്തുക. അതോടൊപ്പം തന്നെ നമ്മളെ മുനിസിപ്പാലിറ്റിയിലെ അതായത് നമ്മൾ ചേംബറിന്റെ നമ്മളെ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ ഒരു സ്ഥാപനങ്ങൾ അവർക്കും സെയിം ടൈം നമുക്ക് സപ്ലൈ കൊടുക്കണം. അങ്ങനെയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയാണ് KCB ഇത്രയും വലിയൊരു കോസ്റ്റിലുള്ള സാധനമാണ്. ഇത്രയും വലിയ കോസ്റ്റിൽ നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും നമ്മൾക്കടക്കം പുതിയ അനുഭവമാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് സബ്ബോർഡിനോട് എല്ലാവരും ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാവരും വൃത്തിയായി മനസ്സിലാക്കി അതിന്റെ മെയിൻ്റെനൻസും കൂടിയാണ്, വാർഷിക മെയിൻ്റെനൻസിന്റെ ഭാഗമാണ്. അപ്പോൾ അത് ഇന്ന് എല്ലാവരും ഓൾറെഡി ആയിട്ട് എല്ലാവരും ഇതേ സാന്നിധ്യം വരാൻ പറഞ്ഞു എല്ലാവരും വന്ന് ഇത് ചെയ്തിട്ട്. അപ്പൊ ഞായറാഴ്ച ആയിട്ട് കൂടി എല്ലാവരും വന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്ലാസ് തന്നെ കിട്ടിയില്ലേ? തീർച്ചയായിട്ടും. കേരളത്തിലെ KCBയിലെ റിമോട്ട് ഓപ്പറേഷൻ പരിപാടിയുണ്ട്. കാരണം നമ്മൾ സാധാരണ മാനുവലായിട്ട് വന്നിട്ട് ഇവിടെ ചെയ്യുക. അതുകൂടാതെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വേണം സപ്ലൈ അത്യാവശ്യ ഘട്ടത്തിൽ സപ്ലൈ ഓഫാക്കാൻ പറ്റും. പെട്ടെന്ന് ഓഫാക്കേണ്ടി വന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് വന്നിട്ടാണല്ലോ സാറ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് റിമോട്ട് ഓപ്പറേഷൻ പറ്റും. അത് പൂർണ്ണതോതിലായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ പരീക്ഷാടിസ്ഥാനത്തിൽ പയ്യന്നൂർ പരീക്ഷ വിജയിച്ചതാണ്. തീർച്ചയായിട്ടും ഈ KCBയുടെ ആളുകൾ ഒരുപാട് ഈ പല മഴക്കാലത്തൊക്കെ ഒരുപാട് നാട്ടുകാരുടെ അടുക്കുന്ന വഴക്ക് വെക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്, പക്ഷെ എന്നാലും പലയിടങ്ങളിലും. അപ്പൊ ഇതൊക്കെ ഈ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഫോണിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്നിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അതിനുള്ള നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചു. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് ഈ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യന്നൂർ ഓഫീസിലെ എല്ലാ ജീവനക്കാരും ഈ സബ് എഞ്ചിനീയർ അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഈ തിരക്കുള്ള സമയത്ത് പോലും ഇവിടെ എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പയ്യന്നൂർ കണ്ണൂർ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ വലിയൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ. അവിടെ ഇനിയുള്ള ഓപ്പറേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈദ്യുതി മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് സബ് എഞ്ചിനീയർ ഈ ബാക്കിയുള്ള ജീവനക്കാരുടെ എല്ലാ ഓവർസീർ അടക്കമുള്ള എല്ലാവരുടെയും ജീവനക്കാരുടെയും സഹായത്തിൽ കുറച്ച് എങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി KN വർഷ.